എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോൺ ലോലിപോപ്പ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇതിന് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ബേബി കോൺ ആണ്. അധികം മൂപ്പത്താത്ത കോൺ വേണം, എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അധികം മൂത്ത കോൺ ഇത് ഉണ്ടാക്കാൻ കൊള്ളില്ല. അപ്പം അതിനനുസരിച്ച് നല്ല കോൺ വാങ്ങിക്കുക. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ തോലയ്ക്ക് ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പുറത്തൊരു ചെറിയ നാര് പോലെയുണ്ട്, അത് നമ്മൾ എടുത്ത് കളയണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പം നമ്മൾ ആദ്യം ഒരു ഇഡലി തട്ടിലെ പാത്രത്തിലാണ് വെച്ച് നമുക്കിത് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക. അതിനുള്ളിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഇതുപോലെ കോൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു കൊടുക്കാം. കുറച്ച് ആവി ഉള്ളിൽ നിൽക്കുന്ന പോലത്തെ പാത്രം കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളത് വെച്ച് അടച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ 10 മിനിറ്റ് വേവിച്ചതാണ്. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഒരു സോസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് സോസ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നിങ്ങൾ എത്ര കോൺ എടുക്കുന്നോ അതിനനുസരിച്ച് വേണം സോസ് ഉണ്ടാക്കാൻ, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 3 കോൺ മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള സോസ് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ട് വേണ്ടുന്നത് സവാളയും ഇതുപോലെ ഒരു വെളുത്തുള്ളിയുടെ ഒരല്ലിയാണ്. നമ്മളിത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിപ്പം കൂടാൻ പാടില്ല. നമ്മൾ സോസിനായ കാരണം അതിനകത്ത് നന്നായിട്ട് അലിഞ്ഞു ചേരണം. അപ്പം അതിനനുസരിച്ച് വളരെ ചെറുതായിട്ട്, എത്രയും ചെറുതാക്കി അരിയാൻ പറ്റും അതേപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നമുക്ക് അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്ക് പകരം നമുക്ക് ഒലീവ് ഓയിലോ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ബട്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശകലം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇതൊന്ന് മെൽറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതൊന്ന് ചൂടാകുക. ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടുന്നത്. നന്നായിട്ടൊന്ന് മൂത്ത് വരണം, കരിയാൻ പാടില്ല. നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. ഒന്ന് മൂത്തതിന് ശേഷം നിറമൊക്കെ ഒന്ന് മാറിക്കിട്ട് അതിന്റെ പച്ചപ്പൊന്നൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി, ശകലം മുളക് പൊടി, നമ്മളിതിൽ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതിനനുസരിച്ച് കുറച്ചളവിൽ മാത്രം ചേർക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ചോളം പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കില്ല. ആ സമയത്ത് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ചോളം നല്ല കല്ലിച്ച് പോവും. അപ്പം നമ്മൾ അതിന് ചോളം വെന്ത് കഴിഞ്ഞെടുത്ത് തണുക്കാൻ വെക്കുന്ന സമയത്ത്, തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ഒന്ന് ചെറുതായിട്ട് വിതറി കൊടുത്തൊന്ന് ഇളക്കി വെച്ചാൽ മതി. ബാലൻസ് ഉപ്പ് നമുക്ക് ഈ സോസിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് നമുക്കിനി സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും ചില്ലി സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂൺ ചില്ലി സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണാണ് വെള്ളം ഒഴിച്ചെടുക്കുക. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. അധികം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ സോസ് ഒന്നും നമ്മുടെ ചോളത്തിൽ പിടിച്ചു കിട്ടത്തില്ല. അപ്പം നമ്മൾ കറക്റ്റ് നമ്മുടെ സോസിനനുസരിച്ച് വെള്ളം കുറച്ച് വയ്ക്കുക. ഇത് സോസ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി, ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ശകലം കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കാം. നമ്മൾ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ എരിവ് ചേർത്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് നല്ല കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നതിന് പകരം കാശ്മീരി ചില്ലി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കളറിൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഇത് കുറുക്കിയെടുക്കുമ്പോഴത്തേന് നല്ല തിക്കായിട്ട് കിട്ടും. പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എടുക്കുക.
നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചോളത്തിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇതേപോലെ ചെറിയ കഷ്ണങ്ങൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വലിപ്പം കൂട്ടിയോ കുറച്ചൊക്കെ മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇതിലേക്ക് നമുക്കത് പിടിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ സോസിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ, ഒരുപാട് ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഉണ്ടാക്കിയത് നല്ല കറക്റ്റ് തിക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ നമ്മുടെ കുറച്ച് ലൂസായി പണിയെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ചൂട് കുറച്ചൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. നന്നായിട്ട് കരിയാണ്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് പിടിച്ചു കിട്ടും. ഇനി നമുക്ക് ശകലം കുരുമുളക് പൊടി കൂടെ ഒന്ന് നമ്മുടെ ചോളത്തിന് മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ സോസൊക്കെ നന്നായിട്ട് കുറുകി കോണിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിന്റെ നടുവിലേക്കായിട്ട് നമുക്കൊരു ചോപ്പ് സ്റ്റിക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും സോസൊന്നും ആവില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് കടിച്ചിങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കൊണ്ടുനടന്ന് കഴിക്കാനും വളരെ ഇഷ്ടമാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നിങ്ങൾ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.